സാധാരണ സ്ത്രീകൾ മറ്റൊരു സ്ത്രീയോട് മാത്രമേ സ്വന്തം സ്വകാര്യ പ്രശ്നങ്ങൾ പറയുകയുള്ളൂ. പക്ഷേ ഒരു സമയത്ത് അമ്മായിമ്മ അനുഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യം മരുമകനോട് പറയേണ്ടി വന്നു. മരുമകൻ അത് സോൾവ് ചെയ്യുമോ കണ്ടറിയാം. എന്തായാലും ഇന്നത്തെ മേലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രതീഷ്. യഥാർത്ഥ പേരല്ല. 2 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. എനിക്ക് 29 വയസ്സുണ്ട്. ഒരു മാട്രിമോണിയൽ സൈറ്റിലാണ് എൻ്റെ ഭാര്യയുടെ പ്രൊഫൈൽ ഞാൻ കണ്ടെത്തിയത്. അങ്ങോട്ട് ഇൻട്രസ്റ്റ് അയച്ചത് ഞാനാണ്. തിരിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്തത് അമ്മായിമ്മയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് അമ്മായിമ്മ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി. തിരിച്ച് ഇങ്ങോട്ട് വന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. നാളും ജാതകവും ഒക്കെ ചേരും. അമ്മായിച്ചനും നല്ല പൊസിഷനുള്ള ഒരാളാണ്. കല്യാണമെല്ലാം നിശ്ചയിക്കുക എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പറയാതെ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ മോൻ അവസാനം വളരെ കൺഫ്യൂഷനാകും. അതെന്താമേ, അവൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അവൾക്ക് ഒരു കുഴപ്പമില്ല. എനിക്കാണ് കുഴപ്പം. അമ്മയ്ക്ക് എന്ത് കുഴപ്പം? അത് ഞാൻ നേരിൽ കാണുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയമ്മ ഞാനും കൂടെ ഒന്ന് കണ്ടു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത്. അമ്മായിമ്മ ഞാനും കൂടെ സംസാരിച്ചു. അപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഞാനും എൻ്റെ ഭർത്താവും മാതൃകാ ഭർത്താക്കന്മാരായി തോന്നും. ഞങ്ങൾ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ കുറേ വർഷങ്ങളായി. അതെന്താ അമ്മേ അങ്ങനെ? എനിക്ക് അറിയില്ല മോനെ. എൻ്റെ പ്രശ്നമാണോ അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഫ്യൂവൽ തീർന്നതുപോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വീട്ടിൽ വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ബന്ധുക്കൾ വരുമ്പോഴൊന്നും കാണിക്കാറില്ല കേട്ടോ. ഇതൊന്നും ആർക്കും അറിയില്ല. കല്യാണം കഴിഞ്ഞ് മോൻ വീട്ടിൽ വന്ന് സ്ഥിരമായിട്ട് വല്ലതും താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വഴക്കും വക്കാണോ ഒക്കെ കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഓർക്കും അമ്മായിച്ചനും അമ്മായിമ്മയും നല്ല മാതൃകാ ദമ്പതികളാണല്ലോ എന്ന്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. ശരിക്കും പ്രശ്നങ്ങളുണ്ട് ആ വീട്ടിൽ. ഞങ്ങളുടെ പേര് മാത്രമുള്ള പ്രശ്നമാണ്. എന്നാലും ആ കുടുംബത്തിലെ അംഗമായി കഴിയുമ്പോഴേക്കും മോനും ഇതൊക്കെ കാണേണ്ടി വരും. ആ സമയത്ത് ഞെട്ടരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ലമ്മേ, ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പറഞ്ഞ് ശരിയാക്കിയെടുക്കാം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അമ്മ വിശദമായിട്ട് എന്നോട് പിന്നീട് പറഞ്ഞാൽ മതി. ഇപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാനും ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ കുറേ കാലം ജീവിച്ചതല്ലേ, എനിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് ഞാനത് നിസ്സാരമാക്കി വിട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അവിടെ ചെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ താമസിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പൊട്ടലും ചീറ്റലും പ്രശ്നങ്ങളുമൊക്കെ എനിക്ക് മനസ്സിലായത്. എൻ്റെ ഭാര്യയ്ക്ക് ഓൾറെഡി എല്ലാം അറിയാമെങ്കിലും അമ്മായിമ്മ എന്നോട് ഇതൊന്നും സംസാരിച്ച കാര്യം അവൾക്ക് അറിയില്ല. അവൾ എന്നോട് പറഞ്ഞത്, ഓ, പണ്ടേ അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. എങ്കിലും ഇടയ്ക്ക് 2 പേരും തമ്മിലുള്ള വഴക്ക് ഞാനും ഭാര്യയും കൂടെ ഒന്നിച്ച് ആ വീട്ടിൽ താമസിക്കുമ്പോൾ കേൾക്കേണ്ടി വന്നു. പലപ്പോഴും മൂഡ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ അമ്മായിച്ചൻ അതൊന്നും നടന്നതായിട്ട് പിറ്റേ ദിവസം ഭാവിക്കില്ല. ഒരു ദിവസം തനിച്ച് അമ്മായിമ്മയുടെ അടുത്തിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മേ, എന്തിനാണ് വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എല്ലാ ദിവസവും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ഇവിടെ ഇഷ്ടം പോലെ മുറിയുണ്ട്. ആ ഒരു മുറിയിലേക്ക് അമ്മയ്ക്ക് മാറി താമസിച്ചുകൂടെ? എന്തായാലും 2 പേരും കൂടെ ഒരു മുറിയിൽ താമസിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് അമ്മ പറയുന്നു. പിന്നെ എന്തിനാണ് ആ മുറിയിൽ എന്ന് രാത്രി വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മേനെ അത്ഭുതത്തോടുകൂടി നോക്കി. ഞാൻ വേറൊരു മുറിയിലേക്ക് മാറുന്നതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് പ്രശ്നം? അല്ല, സാധാരണ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചിത്രമാണെന്ന് തോന്നില്ലേ? അല്ലമ്മേ, അപ്പോൾ ഈ വീട്ടിൽ നോർമലായിട്ട് എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? നിങ്ങൾ 2 പേരുടെയും കാര്യം വളരെ വിചിത്രമല്ലേ? ഇതിപ്പം പുറത്തുള്ളവർ ആരും അറിയില്ല. എന്നാലും മോനെ, വീട്ടിൽ ബന്ധുക്കളൊക്കെ വരുന്നല്ലേ? സാരമില്ലമ്മേ, 2 മുറിയായിട്ട് ഒരുക്കിയിട്ട് അമ്മ രാത്രി വേറെ മാറിക്കിടന്നാൽ മതി. വെറുതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ശരിക്കും അച്ഛനും അമ്മയും തമ്മിൽ ഒത്തിരി അകലമുണ്ട്. നിങ്ങൾക്ക് 2 പേരിൽ ആർക്കാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എന്ന് ചോദിച്ചു. അപ്പം അമ്മായിമ്മ പറഞ്ഞു, ഇൻട്രസ്റ്റ് എനിക്കാണ് മോനെ ഇല്ലാത്തത്. അതെന്താ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? ഭർത്താവ് ഇൻട്രസ്റ്റോടുകൂടി വരുമ്പോഴേക്കും വേണ്ട വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴക്കല്ലേ കലാശിക്കൂ? അതല്ല, അങ്ങേർ കുറേ വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നപ്പം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിപ്പോയി. എനിക്ക് സൗന്ദര്യക്കുറവാണ് എന്നൊക്കെ എന്നോട് പലതവണയും പറഞ്ഞു. അതോടുകൂടി എൻ്റെ മനസ്സ് അങ്ങ് മടിച്ചു.
പിന്നെ എനിക്കൊരിക്കലും നല്ല രീതിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തോന്നിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അകന്നു. പക്ഷേ ഇപ്പം അങ്ങേർക്ക് വേറെന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് മോനെ. അങ്ങേർ അവളുമാരുമായിട്ട് ചാറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണോ അമ്മ വഴക്കുണ്ടാക്കുന്നത്? അതെ മോനെ, വൈകുന്നേരമാകുമ്പോഴേക്കും പല പെണ്ണുങ്ങളും വീഡിയോ കോൾ വിളിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇങ്ങനെ ബെഡ്റൂമിൽ കയറിയിട്ട് അവളുമാരെ വിളിച്ചിട്ട് പുറത്ത് പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ അവളുമാരോട് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കുകയാണ്. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് പിടിയില്ല. ആ സമയത്താണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത്. അമ്മ എന്തിനാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ ഒരു താല്പര്യ കക്ഷിയാണ്, അമ്മയാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത ആളും. അങ്ങനെ ആയിക്കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് ഒരു താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ചൂടാകുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നത്? എന്തായാലും അയാൾ എൻ്റെ ഭർത്താവല്ലേ. നിൻ്റെ ഭാര്യ അങ്ങനെ നിന്നോട് അകന്നെന്ന് പറഞ്ഞാലും വേറൊരാളോട് സംസാരിക്കുന്ന കാണുമ്പോഴേക്കും നീ ഓക്കെ എന്നുള്ള മട്ടിലിരിക്കുമോ? എന്നാലും അമ്മേ, വെറുതെ എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ ആ മുറിക്കകത്തിരുന്ന് അങ്ങേര് സംസാരിക്കുന്നതിനോട് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തായാലും ഇങ്ങനെയൊക്കെ ബന്ധം ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പുള്ളി പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും അവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി അദ്ദേഹത്തെ കാര്യങ്ങൾ നോക്കുന്നില്ലേ? പിന്നെ അമ്മ തടുത്തിട്ട് എന്ത് കാര്യം? ഇതിപ്പോൾ ഫോൺ കോളല്ലേ. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പുള്ളിക്ക് വെളിയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്നാലും എത്ര നേരമാടാ കണ്ടുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാണിച്ചോട്ടെ. എന്നാലും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരമുള്ള ഈ കലാപരിപാടി അങ്ങേര് നിർത്തേണ്ടതല്ലേ? അമ്മേ, എന്തായാലും നിങ്ങൾ തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലാണ്. അപ്പോൾ പിന്നെ അമ്മ മാറി വേറൊരു മുറിയിൽ താമസിക്കുന്നതാണ് നല്ലത്. എന്നാലും എൻ്റെ മോളൊക്കെ എന്ത് വിചാരിക്കും? പിന്നെ അവൾക്ക് മനസ്സിലാകാത്ത കാര്യമാണോ എന്നും കേൾക്കുന്നതല്ലേ? ഇതിനെ ഗുഡൻസ് അമ്മ പറയാത്തത് കൊണ്ട് അവൾക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും രണ്ടറ്റത്താണ്. അവൾക്ക് പണ്ട് മനസ്സിലായതാണ്. മകളെ വെറുതെ കൊച്ചുകുട്ടിയെ പോലെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. എങ്കിൽ ഞാൻ വേറൊരു മുറിയിലേക്ക് മാറട്ടെ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് മാറാൻ. അങ്ങനെയാണ് അമ്മായിയമ്മ വേറൊരു മുറിയിലേക്ക് മാറിയത്. അതോടുകൂടി വഴക്കും വക്കാണവുമൊക്കെ ഒഴിഞ്ഞു. ഭാര്യ എന്നോട് ചോദിച്ചു, അമ്മ വേറൊരു മുറിയിൽ മാറില്ലോ എന്ന്. ഞാൻ പറഞ്ഞു സ്വസ്ഥയും സമാധാനമായിട്ട് അവർ അവിടെ കാണാൻ ഉറങ്ങിക്കോട്ടെ, നിനക്കെന്താ? എന്തായാലും രണ്ടുപേരും കൂടെ ഒരു മുറിയിൽ കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. എന്നാലോ സംശയത്തിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വെക്കാണോ? ഒന്നും സംഭവിക്കാത്തവർ വെറുതെ എന്തിനാണ് ഒരു മുറിക്കകത്ത് ഒന്നിച്ച് കഴിയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഭാര്യയെ സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം അമ്മായിമ്മ എന്നോട് പറഞ്ഞത്, യഥാർത്ഥത്തിൽ എനിക്ക് വേറെ ചില പ്രോബ്ലങ്ങളുടെ ആരംഭമാണ്. മോനോട് എനിക്കത് പറയണം തോന്നി. എൻ്റെ മോളോട് പോലും ഞാൻ ഇതുവരെയും അത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങൾ അമ്മ പറഞ്ഞു. ഇനി അമ്മയ്ക്ക് ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞുകൂടെ? അതാടാ ഞാൻ പറയാൻ വരുന്നത്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങേർക്ക് എന്നോട് അകൽച്ചയുണ്ടാന്ന് പറഞ്ഞില്ലേ? അതിൽ എൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. എനിക്കും പ്രശ്നങ്ങൾ തോന്നി, ഇഷ്ടമില്ലായ്മ തോന്നി എന്ന് പറഞ്ഞില്ലേ? ആ സമയത്തൊക്കെ എനിക്ക് ദേഹത്ത് ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുമായിരുന്നു. മാസാമാസമുള്ള എൻ്റെ ഡേറ്റ് ഇറഗുലറാകാൻ തുടങ്ങി മോനെ. ആ സമയത്ത് എനിക്കതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ലായിരുന്നു. പിന്നീട് ഭർത്താവും ഞാനും കൂടി അകന്നു. 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പലപ്പോഴും മാധ്യമങ്ങളിൽ കൂടിയും യൂട്യൂബ് വീഡിയോയിൽ കൂടിയൊക്കെ ഇത് സ്ത്രീകൾക്ക് ഒരു പ്രായത്തിലുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലായത്. എല്ലാം നിൽക്കുകയല്ലേ? ആ സമയത്ത് ഹോർമോൺസ് കുറഞ്ഞു വന്നിട്ടാണ് ഈ പ്രോബ്ലംസും വരൾച്ചയും പ്രശ്നങ്ങളും പിന്നെ ചൂടും വിഷമതകളും ഒക്കെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെയൊക്കെ ശാസ്ത്രീയത മനസ്സിലാക്കി വന്നപ്പോഴില്ലേ മോനെ, ഞാനും ഭർത്താവും 2 ധ്രുവങ്ങളിലായി. പിന്നെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് പഴയതുപോലെ ആകാൻ പറ്റുന്നില്ല എന്ന് അമ്മായിമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ, ഞാനിതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭീകരത എത്രയാണെന്നും എനിക്കും അറിയില്ല. കാര്യം എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ഈ പ്രായത്തിലുള്ളവരില്ല. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അമ്മ പറഞ്ഞതുപോലെ വായിച്ചു കേട്ട അറിവുകൾ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കേട്ട അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെന്നാണ്. എനിക്കറിയാം മോനെ. പക്ഷേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ഇനി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്ത് കാര്യം? ആർക്ക് വേണ്ടിയിട്ട്? ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡായ വ്യക്തികളെ പോലെയായി. അതുകൊണ്ട് ഞാൻ സഹിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നെ നിന്നോട് ഞാൻ അതൊക്കെ ഷെയർ ചെയ്തത് എന്താണെന്നറിയാമോ? പ്രയോജനമൊന്നുമില്ലെങ്കിലും നിനക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ മകളെക്കാൾ കൂടുതൽ ബുദ്ധിമാനാണ് നീ. കുറച്ചുകൂടി ന്യൂ ജനറേഷൻ നീയാണെന്ന് എനിക്ക് തോന്നി. കാര്യം
എൻ്റെ മകളാണെങ്കിൽ പഴയ രീതിയിലാണ് വളർത്തപ്പെട്ടിട്ടുള്ളത്. അത് എൻ്റെയും കുറ്റമാണ്. അവളോട് എനിക്ക് ഇത്രയും വിശദമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഞാനിതൊക്കെ പറഞ്ഞത് അതിനുവേണ്ടി മാത്രമല്ല, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകന്നു പോയത് എന്ന് നിന്നോട് ആദ്യമേ ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്കും എൻ്റേതായ ന്യായീകരണങ്ങളില്ലേ, അതൊക്കെ ആരെങ്കിലും അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അമ്മായിമ്മയുടെ ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലായി. പക്ഷേ പറഞ്ഞതുപോലെ പലർക്കും 40 വയസ്സോ 45 വയസ്സോ ഒക്കെ ആയിക്കഴിയുമ്പോഴേക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സ്ത്രീകൾക്കാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുക. പിന്നെ പുരുഷന്മാർക്കും ചില പ്രോബ്ലംസ് 40 വയസ്സ് കഴിയുമ്പോഴേക്കും വരുമെന്ന് ഹെൽത്ത് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനും അമ്മയമ്മയും തമ്മിൽ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, അല്ല അമ്മയ്ക്ക് ഫുള്ള് എല്ലാം സ്റ്റോപ്പായോ അതോ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടുണ്ടോയെന്ന്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഫുള്ള് സ്റ്റോപ്പായിട്ടില്ല മോനെ, ഇറഗുലറാണ്, വല്ലപ്പോഴൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 50-55 വയസ്സ് വരെയൊക്കെ തട്ടിയും മുട്ടിയും ഇത് മുന്നോട്ട് പോയിട്ട് പതുക്കെ അങ്ങ് നിന്ന് പോകും. അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്കും പിന്നെ എൻ്റെ ചേച്ചിക്കുമൊക്കെ എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്, ഫാമിലി ഹിസ്റ്ററി അങ്ങനെയാണ്. എന്നാലും അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാമായിരുന്നെങ്കിൽ ഇത് തുടങ്ങിയപ്പോൾ തന്നെ അമ്മ കാരണങ്ങൾ മനസ്സിലാക്കി ചികിത്സിച്ചായിരുന്നെങ്കിൽ അച്ഛനുമായിട്ട് ഇത്രയും അകൽച്ച വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പക്ഷെ എന്ത് ചെയ്യാനാ മോനെ, അന്നേരം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്തതും എനിക്കെന്തോ പ്രശ്നമുണ്ട്, ആരോഗ്യത്തിന് പ്രശ്നമാണെന്നാണ്. പക്ഷെ പിന്നീടല്ലേ പതുക്കെ മനസ്സിലാക്കിയത് ഇതൊന്നും ശ്രദ്ധിക്കില്ല മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ അമ്മയും മോളും കൂടെ പോയി കണ്ടാലും മതി. എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഓ ഇനി പോയിട്ട് എന്താകാനാ മോനെ, ആർക്കാണ് എന്നെ ആവശ്യം? എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകന്നു പോയല്ലോ. അമ്മേ അകന്നു പോയത് പോയി, പക്ഷേ എന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ മനസ്സുമില്ലല്ലോ. ശരീരവും മനസ്സും ഒരേയിടത്ത് നിന്നാലല്ലേ കാര്യങ്ങൾ താളാത്മകമാകൂ. അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ പിന്നെയും തിരിച്ചു വരും. നീ പറഞ്ഞത് ഞാൻ നീ ചികിത്സയ്ക്ക് പോകണമെന്നാണോ? പോകണം അമ്മേ, ഇതിൻ്റെ യഥാർത്ഥ കാര്യത്തെപ്പറ്റി നമുക്കറിയില്ലല്ലോ. എന്തായാലും ഇനിയാണെങ്കിലും അമ്മയ്ക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും അമ്മയ്ക്കിത് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. 5 വർഷം കൊണ്ടല്ലേ പ്രശ്നം. ഇപ്പോൾ വൈകിട്ടൊന്നുമില്ല. എന്തായാലും ഒരു ഡോക്ടറെ കാണിച്ചാലോ? മോനെ എനിക്ക് കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നടാ, പക്ഷേ ചമ്മലും വിഷമൊക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ സ്ത്രീകൾ ഡോക്ടറെ കാണാറുണ്ടോ? അമ്മയ്ക്ക് എന്തായാലും ഒരുമാതിരി വിദ്യാഭ്യാസമുള്ള ആളല്ലേ. അമ്മ എന്തിനാണ് ഇങ്ങനെ വിചാരിക്കുന്നത്? അമ്മ ഒരു ദിവസം പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കാണിക്കല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണിക്കാം, പക്ഷെ എന്നാലും അച്ഛൻ ഇനി തിരിച്ചു വരും തോന്നില്ല മോനെ. അങ്ങനെ മറ്റുള്ള പല ബന്ധങ്ങളിലും അഡിക്റ്റ് ആയിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, മൂടാണല്ലോ ഏറ്റവും വലിയ കാര്യം, അതൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? സ്വന്തം ഭർത്താവിനെ തിരിച്ചു വിളിക്കാൻ ഭാര്യ ആരെങ്കിലും പഠിപ്പിക്കേണ്ടതുണ്ടോ? എന്നാലും മോനെ ഒന്നുമില്ല, ഒരു പരീക്ഷണം. ഇനി ഒന്നും ശരിയായില്ലെങ്കിലൊക്കെ അമ്മയുടെ ഹെൽത്തെങ്കിലും ശരിയാകുമല്ലോ. അമ്മയ്ക്ക് ഒന്നും തോന്നിയില്ലെങ്കിൽ അമ്മയൊന്നും പ്രവർത്തിക്കേ വേണ്ട. ഭർത്താവ് എന്തായാലും ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് 5 വർഷമായിട്ട് പോവുകയാണല്ലോ. അത് അമ്മ തടഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമായിട്ട് എടുക്കാം. ഞാൻ കൂടെ വരണോ അതോ എൻ്റെ ഭാര്യ കൂടെ വരണോ? ഓ അവൾ വന്നിട്ടൊരു കാര്യമില്ല. ഇനി അവൾ 100 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവളെ എനിക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നീ നിൻ്റെ ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. നീ എൻ്റെ കൂടെ വന്നാൽ മതി. യഥാർത്ഥത്തിലുള്ള ഉദ്ദേശലക്ഷ്യം ഒരിക്കലും അവളോട് പറയരുത്. ഉടനെ അവൾ അയ്യേ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ 10 പേരോട് പറയും. അതുകൊണ്ട് നീ അവളോട് എല്ലാം ഒന്നും തുറന്ന് പറയരുത്. അമ്മയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം തുറന്ന് പറഞ്ഞ് സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? അവൾ വേണമെങ്കിൽ വഴക്കുണ്ടാക്കില്ലേ? അതുണ്ടാക്കും മോനെ. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്. എന്തായാലും ഞാൻ മണ്ടനൊന്നുമല്ല, ഒരിക്കലും ഞാനൊന്നും പറയില്ല. അമ്മയായിട്ട് പറയാതിരുന്നാൽ മതി. അമ്മയ്ക്ക് ഡോക്ടറെ കാണണം, ഞാൻ കൂടെ വരുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കൈ കൊടുത്തു. ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും സ്ത്രീകളുടെ ഇത്തരം കാര്യങ്ങൾ പുരുഷന്മാരെല്ലാം അറിയേണ്ടതാണ്. മകനാണെങ്കിലും മകളാണെങ്കിലും ആരായാലും. അങ്ങനെ അമ്മായിമ്മയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അകത്ത് ഞാൻ കയറിയില്ല. അമ്മായിമ്മ വിശദമായിട്ട് എല്ലാം സംസാരിച്ചു. ഉടനെ തന്നെ ഹോർമോണൽ ടെസ്റ്റുകളും മറ്റ് ടെസ്റ്റുകളും ഒക്കെ ഡോക്ടർ കുറിച്ച് തന്നു. പിന്നെ സ്കാനിങ്ങും ഉണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇത്തരം ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിനുള്ള മരുന്നുകൾ ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തു.
പതിവായി മരുന്നുകൾ കഴിക്കണമെന്നും ഏകദേശം 3 മാസം കൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് അമ്മായിമ്മ അത് കഴിക്കാൻ തുടങ്ങിയത്. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞതിൽ പിന്നെ അമ്മായിമ്മ കൂടുതൽ സന്തോഷവതിയായിരുന്നു. പണ്ടത്തെ പോലെയല്ല. മനുഷ്യൻ്റെ മാനസികാവസ്ഥയും ഇത്തരം കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുള്ളത് അപ്പോഴാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായത്. 3 മാസം കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങൾ വന്നു. സ്കിന്നൊക്കെ കുറച്ചുകൂടി സോഫ്റ്റായി. പുള്ളിക്കാരി ഒന്നുകൂടി നല്ല സുന്ദരിയായിട്ട് എനിക്ക് തോന്നി. ചെറുപ്പമായതുപോലെ തോന്നി. എൻ്റെ ഭാര്യയും അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇച്ചിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി. കണ്ടോ, നീ എന്തിനായിരുന്നു ഇത്രയും കാലം അമ്മയുടെ കൂടെ ജീവിച്ചേ എന്ന് പറഞ്ഞ് ഭാര്യ ഞാൻ കുറ്റം പറഞ്ഞു. ശരിയാ ചേട്ടാ, പക്ഷേ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും അമ്മ ഇപ്പോഴെങ്കിലും ഡോക്ടറെ കണ്ടല്ലോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളുകളികളൊന്നും അവൾക്ക് അറിയില്ല. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ? അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചുള്ളത്തിയായി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ ഇപ്പം എങ്ങനെയാണ്? പണ്ടത്തെ പോലെ ഉറഞ്ഞു തുള്ളാൻ ഒരു മോഹം വന്നോ? മോഹമൊക്കെ നിന്നു പോയിട്ടാണല്ലോ അമ്മ പിൻവാങ്ങിയത്. ഇപ്പോൾ ദാഹമോ മോഹമോ എന്തെങ്കിലും ഉണ്ടോ? അച്ഛൻ്റെ അടുത്തേക്ക് ചേക്കേറാനുള്ള സമയമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഏതോ കോണിൽ എന്തോ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അമ്മ ട്രൈ ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഭർത്താവിനോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഏതോ കോണിൽ എന്തോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോകുന്നത് സൂക്ഷിച്ചു വേണം. കാര്യം പണ്ടത്തെ വൈബ് കിട്ടിയില്ലെങ്കിൽ പുള്ളി പിന്നെയും പ്രശ്നമാകും. ഒരു കാര്യം ഓർക്കുക, 5 വർഷത്തെ ഗ്യാപ്പിൽ അദ്ദേഹം ശാരിയെയും മേരിയെയും രാജേശ്വരിയും ഒക്കെ കണ്ടു കഴിഞ്ഞ ഒരാളാണ്. അമ്മ പണ്ടത്തെ വൈബിനും മുകളിൽ നിൽക്കുന്ന വൈബായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, 6 മാസമാകട്ടെ, എല്ലാം കറക്റ്റായിട്ട് തോന്നട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും പിന്നെ ഞാൻ അധികം സംസാരിക്കാൻ പോയില്ല. അവരായി അവരുടെ പാടായി. ഒരു ദിവസം രാത്രി 2 പേരും തമ്മിൽ വല്ലാത്ത വഴക്ക്. എൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല 2 പേരും തമ്മിൽ ഇപ്പോൾ വഴക്കുണ്ടാക്കാൻ എന്താ കാര്യം? 2 പേര് 2 റൂമിലാണല്ലോ, പക്ഷേ ഇപ്പോൾ ഒരു റൂമിലാണല്ലോ വഴക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ചെന്നതാണ്. എന്തോ അവിടെ പരാജയപ്പെട്ടു പോയി. എന്താണെന്ന് അറിയില്ലല്ലോ. എന്നാൽ ഞാൻ ഇടപെടാൻ പോയില്ല. എന്നാലും എനിക്കൊരു ആകാംക്ഷ. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് ഞാൻ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, മോനെ പണ്ടത്തെ മനസ്സായി എൻ്റേത്. ഭർത്താവിനോട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ പുള്ളിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതേപോലെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതെന്നും പിന്നീട് ഇപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെന്നും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയായി. എനിക്ക് നിങ്ങളോട് പഴയതുപോലുള്ള സ്നേഹമുണ്ട്, നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ശരിക്കും പറഞ്ഞത്, നിന്നോട് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് യാതൊരു താല്പര്യം തോന്നില്ല. കാര്യം ഇനിയിപ്പോൾ നീ ചെറുപ്പക്കാരിയെ പുനർജനിച്ച് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നോട് യാതൊരു സഹവാസത്തിനും താല്പര്യമില്ല എന്ന് അയാൾ എൻ്റെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. മോനെ, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, ട്രീറ്റ്മെൻറ്റ് എടുത്തു, അങ്ങേരുടെ എല്ലാ തോന്നിയാസങ്ങളും സഹിച്ചു. എന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുഖത്തടി കിട്ടുന്ന പോലെയുള്ളൊരു വാക്കാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ശരിക്കും എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. വഴക്കിട്ടു. പക്ഷേ അവിടെ നിറം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി, അത് കൊള്ളാം, ഞാനെന്തിനാണ് ഇയാളുടെ പുറകെ നടക്കുന്നത്? ഓക്കെ, ഭർത്താവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മോൻ്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുത്ത് ചെന്നു. അപ്പോഴുണ്ട് കാലിൽ പിടിച്ചപ്പോൾ തോളിൽ കയറുന്നു. ഇനിയിപ്പോൾ ഒരിക്കലും അങ്ങയുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടൊരു കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേണ്ടെന്നങ്ങ് വെച്ചു. ഞാൻ കുറേ കാലം കണ്ടതല്ലേ, ഇനി കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം ഇല്ല ചട്ടിയോളം അങ്ങേർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എടാ മോനെ, ഇത്രയും നാളും ഞാൻ ശരി ഒരു പദവൃതയായിട്ട് വീട്ടിലിരുന്നു. ഇനി ഞാൻ അതിനുദ്ദേശിച്ചിട്ടില്ല. ഞാനെന്തിനാണ് ആ കളവൻ്റെ പുറകെ നടക്കുന്നത്? എനിക്കെന്താ ചെറുപ്പക്കാരുടെ സൗഹൃദം കിട്ടില്ലേ? നീ ഒരു കാര്യം ചെയ്യാം. നിൻ്റെ ഫ്രണ്ട്സ് അവർക്കാർക്കെങ്കിലും എൻ്റെ പ്രായത്തിലുള്ള ആളെ ഇഷ്ടമാണെങ്കിൽ സൗഹൃദത്തിന് ഞാൻ തയ്യാറാണ്. അവരുടെ കൂടെ അതേപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. പക്ഷേ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കണം. അല്ലാതെ നിൻ്റെ അമ്മായച്ചനെ പോലെ അരസികന്മാരായ
കടൽ കിഴവന്മാരായിരിക്കരുത് എന്ന് പറഞ്ഞു. അമ്മ എന്തൊക്കെയായി പറഞ്ഞത്? അമ്മ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയാതെ അച്ഛനുമായിട്ട് സമാധാനമായി സംസാരിക്കൂ. ഇനി അങ്ങനെ അടുത്ത് ഞാൻ പോകില്ല. അങ്ങയുടെ സമാധാനം എനിക്ക് വേണ്ട. കുറെ കാലം കണ്ട സമാധാനമല്ലേ, ആ സമാധാനം അങ്ങനെ എവിടെയെങ്കിലും യൂസ് ചെയ്തോട്ടെ. എനിക്ക് ആ സമാധാനം വേണ്ട. അമ്മ ഒരു വാശിക്കാണ് ഇതൊക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അമ്മ നല്ലവളാണ്. അമ്മയ്ക്ക് ഇങ്ങനെ വഴിതെറ്റി നടക്കണമെന്ന് ആഗ്രഹമില്ല. നീ എൻ്റെ കാര്യം തീരുമാനിക്കണ്ട. എനിക്ക് വഴിതെറ്റുകയോ പുഴ തെറ്റുകയോ എന്തെങ്കിലും ആണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് നിന്നോട് പറഞ്ഞു. രാവിലെ കയറിക്കഴിഞ്ഞാൽ വൈകിട്ടിറങ്ങുന്ന വല്ല വണ്ടികളുമുണ്ടോ എങ്കിൽ നീ പറ. എനിക്ക് തുടർച്ചയായിട്ട് യാത്ര ചെയ്യണം. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അതേടാ, നല്ല കഴിവുള്ളവന്മാർ ആരെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ? ഞാൻ അന്താളിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അമ്മാവൻ പറഞ്ഞു, ആ അപ്പോൾ നീയും കണക്കാണ്. ശരി, നിന്നോട് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ തുറന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നിന്നോടൊരു ഓപ്ഷൻ ചോദിച്ചു. ശരി, നിനക്കും ഇതിലെന്നെ സഹായിക്കാൻ പറ്റുന്നില്ല. ശരി, നിന്റെ സഹായം വേണ്ട. ഈ നാട്ടിൽ വേറെ ആൾക്കാരില്ലേ? എന്തായാലും ഇനി ഞാൻ പിന്നോട്ടില്ല. നീ എന്നെ കളിയാക്കിയാലൊന്നുമില്ല, കുറ്റപ്പെടുത്തിയാൽ എനിക്കൊന്നുമില്ല. ഇത്രയും അവഗണന അനുഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഞാൻ വീണ്ടും ഉഷാറായ സ്ഥിതിക്ക് ഇനി എൻ്റെ ലൈഫ് ആസ്വദിക്കാതെ ഞാൻ പിന്നോട്ടില്ല. ഞാൻ ഇപ്പം നിന്നോട് പറഞ്ഞു, ഇനി ഉണ്ടാകുന്ന കാര്യങ്ങൾ നാണക്കേടാണെങ്കിലും അല്ലെങ്കിലും നീ സഹിച്ചോളുക. ഇല്ലെങ്കിൽ നീ നിന്റെ ഭാര്യയും ഇങ്ങോട്ട് വരണ്ട. ഞാൻ പേദോഷമുണ്ടാക്കിയിട്ട് തെരുവിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ അത് നീ അങ്ങ് സഹിക്കുക. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും കുടുംബക്കാരുമെല്ലാം കണ്ണടയ്ക്കുക. പക്ഷേ ഇനി അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അവർ രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അമ്മ അടങ്ങ്, ഞാൻ സമാധാനമുണ്ടാക്കാം. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു പ്രശ്നമില്ല. നമുക്ക് ഇരിച്ചെവി അറിയാതെ എല്ലാ കാര്യങ്ങളും ശരിയാക്കാമേ. അമ്മ അടങ്ങ്, ഇത്രയും വാശി വേണ്ടാന്ന് പറഞ്ഞു. 10 ദിവസം നിനക്ക് തരാം. അല്ലാതെ കൂടുതൽ സമയം എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അത് കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ കാര്യങ്ങൾ കണ്ടെത്തും. അത് നിങ്ങൾക്ക് നാണക്കേടാക്കുകയാണെങ്കിൽ അന്നേരം നിങ്ങൾ മാനേജ് ചെയ്തോളുക എന്ന് പറഞ്ഞു. ശരിയമ്മേ, ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം. അപ്പം അമ്മ പറഞ്ഞു, ആ ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു. അമ്മ എന്താ പ്രതീക്ഷിച്ചത്? അല്ല, ഞാനിത് പറയുമ്പോഴേക്കും നീ നെഞ്ചത്ത് കൈവച്ച് പറയും, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഞാനിവിടെ ഇല്ലേ? അങ്ങനെ നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതിലമ്മ ഞാൻ പറഞ്ഞത് അമ്മയെ സഹായിക്കാമെന്ന്. അപ്പോൾ അമ്മ എന്നെ നുള്ളി. പൊട്ടന് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ എന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അമ്മേ, റിസ്ക് ആകില്ലേ? റിസ്ക്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഗൈഡ് ചെയ്ത് വിട്ടിട്ട് എന്നിട്ട് എനിക്കൊരു ഗുണമുണ്ടാകുന്ന അവസരം വന്നപ്പോൾ അവന് കൂടെ നിൽക്കാൻ വയ്യ. അമ്മേ, അത് എടാ നീ ഒന്നും പറയണ്ട. നീ ഇവിടെ ഉള്ളപ്പോൾ എന്തിനടാ ഒരാഴ്ച 10 ദിവസം 10 മണിക്കൂർ പോലും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എനിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. കാര്യം ഞാനും അമ്മാമ്മയെ ട്രീറ്റ്മെൻറ്റൊക്കെ പറഞ്ഞു വിട്ടാണല്ലോ. അവരുടെ വാശിയും വൈരാഗ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ അവസ്ഥയിൽ അവരുടെ കൂടെ നിൽക്കണം എന്നെനിക്ക് തോന്നി. അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പദ്ധതി പ്രകാരമുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലൊത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും കളത്തിലിറങ്ങിയാൽ കളം മായില്ല, തെളിഞ്ഞു വരുമെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എത്രയോ വർഷത്തെ എക്സ്പീരിയൻസുകൾ മഞ്ഞു മൂടിക്കിടന്നിരുന്നപ്പോൾ പിന്നീട് വെയിലേറ്റുരുകിയ തെളിമയോടുകൂടി അമ്മായിയമ്മ കളം തുടയ്ക്കുകയല്ലായിരുന്നു. കളം ഒന്നുകൂടി വലുതാക്കി എഴുതുകയായിരുന്നു. ഭാര്യ എനിക്ക് വെച്ചുണ്ടാക്കി തന്നിരുന്നത് വെറും ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതും വലിയ സദ്യ. എന്ന് വെച്ചാൽ 68 കൂട്ടം വിഭവങ്ങളുള്ള സദ്യ. രണ്ടും തമ്മിൽ എത്രയോ വ്യത്യാസങ്ങളുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ സഹായിച്ചതിൽ കൂടി എനിക്ക് വന്നിരിക്കുന്നത് ഒരു വമ്പൻ ലോട്ടറിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഇത് രണ്ടും മാനേജ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് രണ്ടും 2 തട്ടിൽ ബാലൻസ് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അമ്മായിമ്മ പറഞ്ഞത് ഞാൻ ആദ്യം വാഗ്ദാനം ചെയ്തില്ലേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ, അതിൽ കൂടി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തണമെന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പോസസീവ്നെസ് ആണ്. അതുകൊണ്ട് എനിക്കത് പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു അത് നടക്കില്ല. കാര്യം പുതിയ അർത്ഥതലങ്ങൾ തേടിപ്പോകാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കണം. അല്ലാതെ ഇങ്ങനെ നമ്മൾ മാത്രമായിട്ട് ആയിക്കഴിഞ്ഞാൽ പൊസസീവ്നെസ് കൂടി പ്രശ്നങ്ങളാകുമെന്ന് പറയുന്നു. അത് ശരിയാണോ മാഡം?
തീർച്ചയായിട്ടും ശരിയാണ്. കാര്യം ഇത് ഒരിക്കലും ശാശ്വതമാകുന്നൊരു കാര്യമല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടേതായ മറ്റു പല ഓപ്ഷൻസുകളിലേക്കും പോയിട്ട് നിങ്ങൾ തമ്മിൽ സാധാരണ രീതിയിൽ അമ്മായിമ്മയും മരുമകനുമായിട്ടുള്ളൊരു ബന്ധമായി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നതാണ് നല്ലത്. അവർ അവരുടെ ഇഷ്ടം നോക്കി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അങ്ങനെ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അമ്മായിമ്മയെ സഹായിക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ അമ്മായിച്ചനെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ട് അവർ തമ്മിലുള്ള ബന്ധം ശരിയാക്കി കൊടുക്കാമായിരുന്നല്ലോ. അമ്മായിമ്മോട് ഇത്രയും തുറന്ന് സംസാരിക്കുമെങ്കിൽ ആണായിട്ടുള്ള നിങ്ങളുടെ അമ്മായിച്ചനോടും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീട്ടിലെ അന്തരീക്ഷമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുന്നതല്ലേ നല്ലതും. അല്ലാതെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ആവശ്യത്തിൽ കൂടുതൽ ഭയങ്കര ബോണ്ട് ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? അതൊക്കെ പിന്നീട് പ്രശ്നമാകുന്നുള്ളത്